അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മോഡേൺ അറബിക് ലിറ്ററേച്ചറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മുമ്പ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ്. ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മോഡേൺ അറബിക് ലിറ്ററേച്ചറാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഹൽ തന്തമി അൽ ഖൻസാഉ ഇല ശുഅറാഇൽ മുഹറമീൻ. ഹൽ തുന്തമി അൽ ഖൻസാഉ ഇല ശുഅറാഇൽ മുഹറമീൻ. മുഹറമീൻ കവികളിലേക്ക് ഖൻസാ ചേർക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ളതാണ് ഉത്തരം. നാമതേ ഒരു മുഹറമീൻ കവികളിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കവി തന്നെയാണ്. മാത്രമല്ല, നമുക്കറിയാം ഖൻസാവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ മുഹറമീൻ കവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുഹറമീൻ കവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ജാഹിലിയ കാലത്തും ഇസ്ലാമിക കാലത്തും ജീവിച്ച ആളുകൾക്കാണ് മുഹറമീൻ കവികൾ എന്ന് പൊതുവെ പറയപ്പെടാറ്. അപ്പോൾ രണ്ട് കാലത്തും ജീവിച്ച ആളുകൾ. ഇനി ഈ ഖൻസാവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവരുടെ മുഴുവൻ പേര്. തമാദർ ബിൻത്ത് അമ്രുൽ സൽമിയ എന്നാണ് അവരുടെ മുഴുവൻ പേര്. തമാദർ ബിൻത്ത് എന്ന അത് വെച്ചാൽ തന്നെ നമുക്ക് അത് ഓർത്തു വെക്കാൻ പറ്റും. പിന്നെ അവർ ജാഹിലിയ കാലത്തും ഇസ്ലാമിക കാലത്തും ജീവിച്ചിട്ടുണ്ട്. അവരുടെ ഇനി ഈ ഖൻസാവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഖൻസാ ഏത് തരം കവിതയിലാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റസാ, അതായത് വിലാപകാവ്യത്തിലാണ് അവർ കവിത രചിച്ചിട്ടുള്ളത്. വിലാപകാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹോദരന്മാരായ സൊഹർ, മുആവിയ എന്നീ രണ്ട് സഹോദരന്മാർ കൊല്ലപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ, വിഷമത്തിൽ വിലാപകാവ്യം അവതരിപ്പിച്ച, അങ്ങനെയാണ് ഇവരറിയപ്പെടാറുള്ളത്. അവരുടെ ഈ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് പറയപ്പെടാറുള്ളത്. ആ ചോദ്യം ഉണ്ടാവാറുണ്ട്. സൊഹർ, മുആവിയ എന്നിവരാണ് ഖൻസാവുമായി ബന്ധപ്പെട്ട അവരുടെ സഹോദരന്മാർ. അവരുടെ റസാഇൻ്റെ ആ കവിതയ്ക്ക് അവരുടെ റസാ രചിക്കാൻ ഇടയായ അവരുടെ കൊല്ലപ്പെട്ട സഹോദരന്മാരാണ് സൊഹർ, മുആവിയ എന്നിവർ. അപ്പോൾ ഈ ചോദ്യത്തിലുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഖൗലിൻ്റെ സ്വാഹിബ് ആരാണ്? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിയാണ്. ഷാഇറുൻ നബി എന്നറിയപ്പെടുന്ന കവി ഇദ്ദേഹമാണ്. ഷാഇർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഫാരിങ്ങൾ ആക്ഷേപിച്ചപ്പോൾ അവർക്ക് പ്രതിരോധം തീർത്തുകൊണ്ടാണ് ലാ സുല്ലുന്നക മിൻഹും കമാ തുസല്ലു ഷഅറത്തു മിനൽ അജീൻ എന്ന ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുപാട് കവിതകൾ, തങ്ങളെ പ്രതിരോധം തീർത്തുകൊണ്ട് ഒരുപാട് കവിതകൾ രചിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, സുആലും ഫി ഷിഅരിൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധപ്പെട്ട കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മനി ശുഅറാഇല്ലദി ലം യകൂനു മിൻ ശുഅറാഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് കവികളുണ്ട്. അവരുടെ തങ്ങളുടെ കവികൾ എണ്ണം പറഞ്ഞിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത്, കഅബ് ബിൻ സുഹൈർ എന്നിവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ പെടാത്ത ആളാരാണ് എന്നാണ് നമ്മളെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഉമയ്യത്ത് ബിൻ അബി സ്വൽത്താണ്. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്ത്. ഇതിൻ്റെ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ക്വസ്റ്റ്യൻസായിട്ട് തന്ന ഓപ്ഷൻസിലുണ്ടാവും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതും. സ്വാഭാവികമായിട്ടും ആ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒറ്റപ്പെട്ടത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉമയ്യത്ത് ബിൻ അബി സ്വൽത്താണ്. അസ്സഖഫി എന്ന ഗോത്രത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ ഏതായാലും ഇദ്ദേഹമാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവികളിൽ പെടാത്ത ആൾ. അദ്ദേഹം ജാഹിലിയ കാലത്തിൽ പെട്ട കവിയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പ്രവചിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഉമയ്യത്ത് ബിൻ അബി സ്വൽത്തിനെ കുറിച്ച് പറയപ്പെടാറുള്ളത്. നെക്സ്റ്റ്, മൻ ഹുവ അവ്വല മൻ അല്ലഫ ഫി ജംഇ തദ്വീനിൽ അഹാദീസ് നബവിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ആദ്യമായി ചെയ്തത് ആരാണ്? ആദ്യമായി ജമ്മ് ചെയ്ത് ഗ്രന്ഥം രചിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഷിഹാബ് സുഹ്രി എന്നവരാണ്. മുഹമ്മദ് ബിൻ ഷിഹാബ് സുഹ്രി എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ആദ്യമായി ക്രോഡീകരിച്ചു. ഈ ഭാഗത്തു നിന്നും അസറുൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ മോഡേൺ അറബിക് ലിറ്ററേച്ചർ എന്നാണ് ജസ്റ്റ് പറഞ്ഞത്. പക്ഷേ അതിലൊരു മാറ്റമുണ്ട്. ഇസ്ലാമിക് എറയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇസ്ലാമിക് എറയിൽ ഉണ്ടായിട്ടുള്ള ഒരു കവിതയുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് ചോദ്യം വരിക. നബി തങ്ങളുടെ കവി ആരാണ്, പിന്നെ അതുപോലെ തന്നെ കൻസായിനെ കുറിച്ച് ചോദ്യം വരും. അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ഇപ്പോൾ കവിത മാത്രമല്ല നമ്മുടെ അറബി സാഹിത്യത്തിൽ പെടുക. അപ്പോൾ അതിൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണെന്നുണ്ടെങ്കിൽ ഹദീസുകളുടെ ക്രോഡീകരണം ഇതൊക്കെ ഇതിൽ പെടും. അപ്പോൾ ഏതായാലും മുഹമ്മദ് ബിൻ ഷിഹാബ് സുഹ്രി എന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ആദ്യമായി ക്രോഡീകരിച്ചത്. അദ്ദേഹം ക്രോഡീകരിച്ചത് ഉമർ ബിൻ അബ്ദുൽ അസീസ്, അമവി ഭരണാധികാരിയായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഭരണകാലത്താണ് അദ്ദേഹം ക്രോഡീകരിക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഏത് കാലത്താണ് ഭരിച്ചത്, അല്ലെങ്കിൽ ഏത് സൽത്തനത്തിലാണ് വരിക എന്നത് ചോദിക്കും. അമവി ഭരണകൂടത്തിലാണ് അദ്ദേഹം ചേർക്കപ്പെടുന്നത്. ഹിജറ 100 മുമ്പായിട്ടുള്ള കാലങ്ങളിലാണ് ഈ അമവി ഭരണം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, അമവി ഭരണകാലം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമുള്ള ഖിലാഫത്ത്, അതിന് ശേഷമുള്ള കാലമുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യത്തെ ഭരണകൂടമാണ് സൗദി അറേബ്യയിൽ, അല്ലെങ്കിൽ അറബ് രാജ്യത്തെ ആദ്യം വരുന്ന ഭരണകൂടമാണ് അമവി ഭരണകൂടം. അമവി ഭരണകൂടത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് അങ്ങോട്ട് അമവി ഭരണകൂടം 132 വരെ, ഹിജറ 132 വരെ ഭരിക്കുന്നുണ്ട് അമവി ഭരണകൂടം. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അമവി ഭരണകൂടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചാണ് ചോദിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മുഹമ്മദ് ബിൻ ഷിഹാബ് സുഹരി എന്നവരൊക്കെ ജീവിച്ചിരുന്നത് അമവി ഭരണകാലത്താണ് എന്നർത്ഥം. നെക്സ്റ്റ്, ഇന്ന റസൂല ലനൂറുൻ യസ്തലാഉ ബിഹി മുഹന്നിദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത. ഇതാരാണ് രചിച്ചത്? ഈ കവിതയുടെ രചയിതാവ് ആരാന്നുള്ളതാണ് ചോദ്യം. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ രചനയാണ്. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു സുഹൈർ ബിൻ അബി സുൽമ എന്ന് പറയപ്പെടുന്ന ജാഹിലിയ കാലത്തെ പ്രശസ്തനായ ഒരു കവിയുടെ മകൻ കൂടിയാണ് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. ചോദ്യം വരാറുണ്ട്. സുഹൈർ റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലത്ത് ജീവിച്ചിരുന്ന അസ്ഹാബുൽ മുഅല്ലക്കയിലെ 7 ആളുകളിൽപ്പെട്ട ഒരാളാണ് സുഹൈർ എന്നവരുടെ മുഅല്ലക്ക നമുക്ക് പഠിക്കാനുണ്ട്. ജാഹിലിയ കാലവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം അസ്ഹാബുൽ മുഅല്ലക്കയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് കഅബ് ബിൻ സുഹൈർ. കഅബ് ബിൻ സുഹൈറിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് ആക്ഷേപിച്ചിരുന്നു. അവസാനം ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹത്തിന് എതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നു. പിന്നെ അവസാനം അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു, വളരെ പ്രശസ്തമായ ബുർദ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം. ബുർദ നമ്മൾ അറിയപ്പെടുന്ന ഈ ബുർദയല്ല, പക്ഷേ ഒരു ബുർദ എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആദ്യത്തെ ബുർദ അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു തട്ടം പതപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ ബാനത്ത് സുആദ് എന്ന ഈ കവിത. ബാനത്ത് സുആദ് എന്നാണ് ആ കവിതയുടെ
തുടക്കം അല്ലെ കവിതയുടെ പേര്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുള്ള ഒരു കവിതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്യുന്നത് ഈ ബാനത്ത് സ്വാദ് എന്ന കവിതയിലൂടെയാണ്. ആ കവിതയിലുള്ള ഒരു വരിയാണ് നമ്മൾക്ക് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ബേസിക്കായിട്ട് ഈ ചോദ്യത്തിൽ നിന്നും ഈ ഭാഗത്തു നിന്നും വരുന്ന ചോദ്യങ്ങളാണ്. നെക്സ്റ്റ്, സുഹാലും മിൻ ഫി ഖസായിസ് ഷെയ്റിൽ ജാഹിലിയ മായി ഖസായിസുല്ലത്തി ലാ തന്തമിൽ ഷെയ്റിൽ ജാഹിലിയ. ഒരുപാട് പ്രത്യേകതകൾ ഖസായിസുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാഹിലിയ കാലത്തേക്ക് നമ്മൾ മുമ്പ് ചോദ്യത്തിൽ വന്നിട്ടുള്ള ഓപ്ഷൻസാണ്. ജാഹിലിയ കാലത്തുള്ള കവിതകൾക്കുള്ള ധാരാളം പ്രത്യേകതകളുണ്ട്. അത് പെട്ടതാണ് വസ്ഫി ആയിരിക്കും, മദ്ഹ് ചെയ്യുന്ന കവിതയായിരിക്കും, ഫഖ്രി ആയിരിക്കും, റസായി ആയിരിക്കും, ഹജായി ആയിരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ പെടാത്ത ഒന്നാണ് ഒരു ഓപ്ഷൻ. നമുക്ക് ഒരു ഓപ്ഷൻ ഇതിന് വിരുദ്ധമായിട്ട് നമുക്ക് ആ ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. കാന അക്സർ ഷെയ്റുൽ ജാഹിലി ഷെയ്റൻ ഖസസിയൻ. ആ ഉത്തരം തെറ്റാണ്. ഷെയ്റൻ ഖസസിയൻ എന്നത് ആ കാലത്ത് വന്നിട്ടുള്ള ജാഹിലിയ കാലത്ത് വന്നിട്ടുള്ള ഒരു കവിതയല്ല, കവിതാ രീതിയല്ല. ഓക്കെ, ബാക്കി അതിൽ വന്നിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ രൂപത്തിൽ ജാഹിലിയ കാലത്തെ കവിതയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അത് സൊഫിയനായിരുന്നു, ശുദ്ധമായ അറബിയിലായിരുന്നു, മദ്ഹ് ചെയ്യുന്നതായിരുന്നു. ആരെങ്കിലുമൊക്കെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്ന കവിതകളായിരുന്നു ജാഹിലിയ കാലത്ത്. ജാഹിലിയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി തങ്ങളുടെ വരവിന് മുമ്പുള്ള കാലഘട്ടം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. അതിനു മുമ്പുണ്ടായിരുന്ന ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് കവിതകളുണ്ട്. അവിടെ അന്നാണ് കവിതകളൊക്കെ തുടക്കം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഏതായാലും അന്നത്തെ കവിത ഫഖ്രി ആയിരുന്നു, റസായി ആയിരുന്നു, ഹജായി ആയിരുന്നു. റസായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലാപകാവ്യം, ഹജായി പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷേപിക്കുന്ന കാവ്യം, ഫഖ്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം കൊള്ളുന്ന കാവ്യങ്ങൾ. നെക്സ്റ്റ്, ഹലിൽ മൗലൂഉ വൽ മുർസലു മിൻ അക്സാമിൽ ഹദീസിൽ ദഈഫ്. മൗലൂഉം മുർസലും ദഈഫായ ഹദീസിൻ്റെ കാറ്റഗറിയിൽപ്പെട്ടതാണോ എന്നാണ് ചോദ്യം. അതെ, ഹദീസ് മൗലൂഉ ദഈഫായ ഇതിൽപ്പെട്ടതാണ്. അത് ദഈഫായ ഹദീസിൽപ്പെട്ടത് തന്നെയാണ് അൽ ഹദീസ് മുർസൽ. ഹദീസ് മൗലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി തങ്ങളെക്കുറിച്ച് കളവ് കെട്ടിച്ചമച്ചതിനാണ് ഹദീസ് മൗലൂ എന്ന് പറയുക. ഈ ചോദ്യം വന്നിട്ടുള്ളത് അക്സാമുൽ ഹദീസുകളുടെ ഇനം, അതായത് ഹദീസുകൾ സ്വഹീഹ്, ഹസന്, ദഈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് ഈ നമ്മൾ പറയുന്ന ഈ മൗലൂആയ ഹദീസ്. മൗലൂആയ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ക കളവാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കളവുണ്ടാക്കിയ ഒരു ഇതാണ്. അത് നമുക്ക് ഉൾപ്പെടുത്തണമെന്നില്ല. ഈ ഹദീസിൻ്റെ കാറ്റഗറിയിൽ തന്നെ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ അത് ഹദീസായിട്ട് പറയപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതെന്തല്ല സ്വഹീഹ് ഹദീസല്ല, മറിച്ച് അത് ദഈഫായ ഹദീസാണ്, ബലഹീനമായ ഹദീസ് പെട്ടതാണ്. ഹദീസ് മുർസലും അതുപോലെ തന്നെയാണ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പറഞ്ഞപ്പോൾ അതിലൊരു സ്വഹാബിയെ വിട്ടുപോയി. അതായത് സ്വഹാബി ഇല്ലാതെ താബി റിപ്പോർട്ട്, നബിതങ്ങൾ കണ്ട ആളെ ആ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള, അതായത് സനദ് നിന്ന്, ഹദീസിൻ്റെ സനദുകൾ അറിയാലോ, സനദ് നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും. അത്തരം ഹദീസുകളാണ് ഈ മുർസലായ ഹദീസ് എന്ന് പറയുന്നത്. വൗഫു ബിഅഹദില്ലാഹി ഇദാ അഹദും വലാ തൻഖളു അൽ ഈമാന ബഅദ തൗക്കീദിഹ വഖദ് ജഅൽതുമുല്ലാഹു അലൈക്കും കഫീല ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ. മിൻ അയ്യി സൂറത്തിൻ ഹാദിഹിൽ ആയത്തുൽ കരീമ. ഈ ആയത്ത് ഏത് സൂറത്തിൽ നിന്നാണ് എന്നാണ് ചോദ്യം. സൂറത്തുൻ നഹ്ലിൽ നിന്നുള്ള ആയത്താണ്. ഇങ്ങനെ വളരെ അപൂർവം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ ഖുർആനുമായി നന്നായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് ഇത് കിട്ടും. വളരെ സാധാരണ ചോദിക്കാറുള്ളത് വളരെ പ്രശസ്തമായ ആയത്തുകളാണ്. ഓക്കെ, നെക്സ്റ്റ്, അലാ യദിമൻ ജമാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽ ഖുർആനെ
ആരുടെ കയ്യാലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമ്മ ചെയ്തത് എന്നാണ് ചോദ്യം. വളരെ അറിയപ്പെടുന്ന ഒരു വിഷയമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനെ ജമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സഹാബിയെ പ്രധാനമായിട്ട് ഏൽപ്പിച്ചു. അത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ കാത്തിബുൽ വഹി കൂടിയാണ്. വഹി എഴുതി വെച്ചിരുന്ന സ്വഹാബി കൂടിയാണ്. യമാമ യുദ്ധത്തിന് ശേഷമാണ് ഈ ഖുർആനെ ജമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കൽപ്പന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. ഒരുപാട് ഹാഫിളുകൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഈ ഖുർആനെ ജമ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ഖുർആനെ ക്രോഡീകരിക്കാനും അത് ഒറ്റ കോപ്പിയാക്കിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏൽപ്പിച്ചു എന്നാണ് ഈ സംഭവം. അപ്പോൾ ആ ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നതാണ്, ആരുടെ കയ്യാലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ജമ്മ ചെയ്തത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് കൃത്യമായി കേൾക്കുക, മനസ്സിലാക്കുക. കൂടുതൽ സംശയങ്ങളും മറ്റുമൊക്കെ കൂടുതൽ പഠനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടെത്താനും സംശയങ്ങൾ ചോദിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.